സണ്ണി ലിയോന്റെ ഡാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ അത്രയും. സണ്ണി ലിയോന്റെ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് ഡീഗ്രേഡേഷൻ എല്ലാം മറന്നേനെ. അല്ലേ മാമ നീ എങ്ങനെ പച്ചയ്ക്ക് ചോദിക്കാതെ എനിക്കൊരു ഇത് പടമാണ് ബ്രോ, അടിപൊളിയാണ്. സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത്. നെഗറ്റീവ് ഒരുപാട് ആൾക്കാർ പറയുന്നെന്ന് പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി പടമാണ്. സിനിമയായിട്ട് സിനിമയെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ് ബ്രോ, അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളൂ. ബ്രോ എന്താണ് ബ്രോ എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? പടമൊക്കെ സെറ്റ് പടമാണ്, നമ്മളെല്ലാരും കാണണം. പക്ഷെ സെൻസർ ആയിട്ട് കാണിച്ചത് കൊള്ളത്തില്ല ബ്രോ, ഒരാവശ്യമില്ല. സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, ഇത് ഒരു ആവശ്യമില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? ഒരു ഡീഗ്രേഡിങ്ങും ഇല്ല. ഡീഗ്രേഡിങ് പറയണ ഈ സിനിമ മനസ്സിലാവാതെ, ഈ അതായത് ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും മനസ്സിലാവാതെ അതും ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കണവരാണ്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, ഫസ്റ്റ് ഹാഫ് ഒക്കെ ഞാൻ കണ്ടറാ. ഇന്റർവെല്ലിനാണ് ഇവ പറയണമെന്ന് കേൾക്കട്ടെ. ഒരാള് ഗോൾ അടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളി ഇല്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോൾ അടിക്കാതെ ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. ചിലവർക്ക് പിടിക്കത്തില്ല, ഈ മലയാള സിനിമ കാണുന്നവർക്ക് മാത്രം അങ്ങനെ പിടിക്കത്തില്ല. ഹോളിവുഡ് കണ്ട അവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതെ, അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ വരൂ? കണ്ടോ കണ്ടോ ചേട്ടാ, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം, എല്ലാം കൊള്ളാം, തേർഡ് ഹാഫും കൊള്ളാം. മനസ്സിലായില്ലേ? താൻ വലിയ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. ഞാനും ഇവനും തന്നെ 4 തവണ എന്തോ ഇപ്പൊ കണ്ട് സിനിമ. ഒന്ന് പറഞ്ഞു തീരട്ടാശനെ, അതിനിടെ തോക്കിനകത്തൊരു വെടി വെക്കാ. ഈ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫാൻസ് ആണെങ്കിൽ ഇത് ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സണ്ണി ലിയോന്റെ ഡാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ അത്രയും. സണ്ണി ലിയോന്റെ ഡാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ അത്രയും. ഓ, അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ? നീ ആള് കുരുമുളകാണല്ലോ. ഇത്ര ഒപ്പിച്ച പാട് തന്നെ എനിക്ക്. സണ്ണി ലിയോന്റെ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് ഡീഗ്രേഡേഷൻ എല്ലാം മറന്നേനെ. അല്ലേ മാമ അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേൾക്കണമെന്ന്. നമ്മള് പിന്നെ ഈ പ്രായം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്.